ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സ്നേഹബന്ധത്തിൽ നിന്നും പിന്മാറിയാൽ അവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അവരെന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. റിക്വസ്റ്റ് വന്ന വീഡിയോ ആണ്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ഒന്നും റെസണേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പം നമുക്കിവിടെ അവർക്ക് നിങ്ങളോടുള്ള ഒരു മനോഭാവം എന്താണ് എന്നൊന്ന് നോക്കാം. അതുപോലെ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. സെവൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. പേജ് ഓഫ് വാൻസ്, ക്വീൻ ഓഫ് സോൾസ്, ത്രീ ഓഫ് സോൾസ്, ഹാങ്ഡ് മാൻ, ത്രീ ഓഫ് കപ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ, ഷാഡോ സൈഡ്, ഡബിൾ എനർജിയാണ്. 2 കാർഡ്സ് വന്നിട്ടുണ്ട്. 4, 8, 10 കാർഡ്സ് ആവുക. ഇവിടെ 5 ഓഫ് സോഡിൻ്റെ എനർജി ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ 2 ഓഫ് സോഡിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ കാണുന്നത് നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിമിത്തം നിങ്ങൾ വല്ലാതെ വിഷമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു കറണ്ട് എനർജിയുടെ 2-3 കാർഡ്സ് എടുക്കാതെ. സെവൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. 8 ഓഫ് വാൻസ്, കിങ് ഓഫ് സോൾസ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കറണ്ട് എനർജി 2-3 കാർഡ്സ് എടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് 7 ഓഫ് കപ്സും കിങ് ഓഫ് സോൾസും 8 ഓഫ് വാൻസും. ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് മറ്റു പലരുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. മനസ്സിലായി? നിങ്ങളിപ്പോൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇതാണ്, കാരണം അവർക്ക് മറ്റു പലരുമായിട്ടും കണക്ഷൻ ഉണ്ട്. തന്നെയുമല്ല, തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരുടെ എനർജിയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിവിടെ കിങ് ഓഫ് സോഡിൻ്റെ എനർജി ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. കാരണം നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കുന്നവരാണ്. നിങ്ങൾ അവരെ സ്നേഹിച്ചത് അതേപോലെ തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. മനസ്സിലായി? നിങ്ങളുടെ സ്നേഹത്തിൽ ഒരു കള്ളമോ അല്ലെങ്കിൽ ഒരു ചതിവോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സിൻസിയർ ലവ് ആണ് നിങ്ങൾക്ക് അവരോട് ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 8 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. എല്ലായ്പ്പോഴും അവരോട് സംസാരിക്കണം, അവരോട് മെസ്സേജ് അയക്കണം എന്ന് എല്ലായ്പ്പോഴും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ കറണ്ട് എനർജി, അതായത് അവരുടെ കറണ്ട് എനർജി മാത്രമല്ല, അവർക്ക് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നാണ് നമ്മളിവിടെ ആദ്യം നോക്കിയത്. ഇവിടെ ഒരുപാട് ചീറ്റിംഗ് ഉണ്ട്, അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നും കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് ഇതാണ്, ഡബിൾ എനർജി ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അത് ഏത് വിധത്തിലും ആകാം. ചിലപ്പോൾ അവരുടെ വീട്ടുകാരാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ കടന്നുകൂടിയ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരുടെ വീട്ടുകാരാവാം. അവരുടെ വീട്ടുകാർ നിങ്ങൾക്ക് ഒരിക്കലും സ്വസ്ഥത, സമാധാനം ഒന്നും തന്നിട്ടില്ലായിരിക്കാം. അങ്ങനെ ഒരു എനർജിയിലൂടെ ആവാം ഇതുവരെ നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത് എന്ന് കാണുന്നുണ്ട്. ഇനി അതുമല്ല, കണ്ടില്ല, ഇവിടെ മറ്റു പല കാര്യങ്ങൾ, ഇവിടെയും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. ഈ ഒരു സിറ്റുവേഷൻ നിമിത്തം നിങ്ങൾ വല്ലാതെ വിഷമിക്കുന്നു, അവരും വല്ലാതെ വിഷമിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അവരും ഇതനുസരിച്ച് വല്ലാതെ വിഷമത്തിലാണ് എന്ന് കാണുന്നുണ്ട്. എന്നാൽ അവർക്ക് നിങ്ങളോടുള്ള ഒരു മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ചിലപ്പോഴെങ്കിലും. മനസ്സിലായോ? അവരുടെ ഉള്ളിൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹമാണ്, നിങ്ങളെ വെയിറ്റിംഗ് ആണ്.
നിങ്ങൾ വന്നു ചേരണം, എന്നാൽ മാത്രമേ അവർക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പക്ഷേ മറ്റു പല ആൾക്കാരും അവരോട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് മുന്നോട്ട് പോവാതിരിക്കാൻ വേണ്ടി പലരും ഇവിടെ പാരപണിയുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കിടയിൽ സ്ട്രോങ് ആയിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. കാരണം മനഃപൂർവ്വം നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോകരുത് എന്ന് കരുതിക്കൂട്ടി ചിന്തിക്കുന്ന, അല്ലെങ്കിൽ കരുതിക്കൂട്ടി പണി ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇത് അവരുടെ ബന്ധുക്കളാവാം, അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുമാവാം. മനസ്സിലായോ? അപ്പൊ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു എനർജി എന്ന് പറയുന്നത്, ഇത് വളരെ കാലം നിലനിൽക്കുന്ന എനർജിയാണ്. മനസ്സിലായോ? ഇത് നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളെ വല്ലാതെ ഇത് വിഷമിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലായ്പ്പോഴും ചിന്തിക്കുന്നുണ്ട് അവർക്ക് മറ്റു പലരുമായിട്ടും കണക്ഷൻ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആ ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്, നിങ്ങളുടെ എനർജിയിൽ ഇവിടെ ഫീൽ ചെയ്യുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് അതോടെ ഫീൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് മറ്റാരുമായിട്ടോ കണക്ഷൻ ഉണ്ടെന്ന് തന്നെയാണ് നിങ്ങളുടെ വിശ്വാസം. നിങ്ങൾക്ക് അത് ശരിയായിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ കണ്ടില്ലേ, ഇവിടെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. ഇവിടെ 5 ഓഫ് സോഡിന്റെ എനർജിയാണ്. അവർ വിചാരിക്കുന്നുണ്ട് നിങ്ങളോട് അവർ കള്ളം കാണിച്ചിരിക്കുന്നു. തന്നെയുമല്ല, യഥാർത്ഥത്തിലും അവർ കുറച്ചൊക്കെ നിങ്ങളോട് കള്ളം കാണിക്കുന്നു എന്നുള്ളതാണ്. ഈ ബന്ധത്തിൽ അവർ ശരിക്കും കള്ളം കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളോട് സ്നേഹമായിട്ട് ഇരുന്നിട്ട് അവർ മറ്റാർക്കോ കൂടുതലായിട്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മറ്റാർക്കോ കൂടുതൽ സ്നേഹം എന്നുള്ളതല്ല, ആരോ നിങ്ങൾക്കിടയിൽ ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ അകറ്റാൻ വേണ്ടി ആരോ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആ അകറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആൾക്കാർ കൂടുതലായിട്ട് ഇവരെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അത് നിമിത്തം ഇവർ കൂടി ഇതിൽ ഉൾപ്പെടുന്നു എന്ന് കാണുന്നുണ്ട്. ആ ഒരു എനർജിയിൽ അവർ ഉൾപ്പെട്ടു പോകുന്നു. അവർ മാനസികമായിട്ട് സംഘർഷം അനുഭവിക്കുന്നു എന്നും കാണുന്നുണ്ട്. മനസ്സിലായി? അവർ കുറച്ചൊക്കെ അവരുടെ കയ്യിലും തെറ്റുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാൽ കൂടെ അവർക്ക് തിരിച്ചറിവ് വരും എന്നുള്ളതാണ്. അവർ ഇപ്പോൾ നന്നായിട്ട് വിഷമിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഇവിടെ നിന്ന് ഒരു തിരിച്ചറിവ് വരും, ഒരു അവേക്കണിങ് വരാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. കാരണം പലപ്പോഴും അവർ തിരിഞ്ഞും മറിഞ്ഞും തല കീഴായും നേരെയും ഒക്കെ വെച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരണമെന്ന്. നിങ്ങളുമായിട്ട് കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ഒരുപാട് പാടുപെടുന്നുണ്ട്. അവരെന്താണെന്ന് അറിഞ്ഞുകൂടാതെ, എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ കൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് അവർക്കൊരു തിരിച്ചറിവ് വരും. കണ്ടില്ലേ? ഇവിടെ നിന്ന് അവർക്ക് തിരിച്ചറിവ് വരും. അവർ നിങ്ങളെ അന്വേഷിക്കും. അവർ നിങ്ങളെ അന്വേഷിക്കുന്ന എനർജിയാണിത്. ഇവിടെ എന്തായി, നിങ്ങളുടെ അവസ്ഥ എന്തായി, നിങ്ങളിലേക്ക് തന്നെ വരാനുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. കാരണം ഓരോ ദിവസവും രാവിലെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റിംഗ് ഉണ്ട്. നിങ്ങളുടെ മെസ്സേജ് വന്നിട്ടുണ്ടോ, നിങ്ങളുടെ കാൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് നിങ്ങൾ DP മാറ്റിയോ, അല്ലെങ്കിൽ നിങ്ങൾ എത്ര മണി വരെ വാട്സപ്പിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഓൺലൈൻ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇവിടെ അന്വേഷിക്കുന്ന എനർജിയാണ് ഇവിടെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എനർജിയിൽ നിന്നും കണ്ടില്ല, ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. 3 ഓഫ് കപ്സ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരുപാട് കാർഡ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഡബിൾ എനർജി വന്നിരിക്കുന്നു. കണ്ടോ? ഇവിടെ 3 ഓഫ് സോഡിന്റെ എനർജി. അപ്പൊ ഇത്രയും കാർഡ്സ് ഇവിടെ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, തേർഡ് പാർട്ടി ഉണ്ട്. ഇത് നിമിത്തം വല്ലാതെ അവർ വിഷമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു നെഗറ്റീവ് എനർജിയെ മറികടക്കാൻ വേണ്ടി അവരിവിടെ ശ്രമിക്കുന്നു എന്ന് കാണുന്നുണ്ട്. കാരണം അതിനായിട്ടാണ് അവർ എല്ലായ്പ്പോഴും ഇവിടെ ഇങ്ങനെ ഹാങ്ഡ് മാന്റെ എനർജി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ്. കാരണം ഒരു തിരിച്ചറിവ് വേണം, എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിലാണ് അവരിപ്പോൾ കഴിയുന്നത് എന്ന് കാണുന്നുണ്ട്. എന്താണ് ഇനി ചെയ്യേണ്ടത്? സംഭവിച്ചു പോയി. മനസ്സിലായോ? ഒന്നുകിൽ അവരുടെ ആൾക്കാർക്ക് വേണ്ടി കൂടുതലായിട്ട് സ്നേഹം കൊടുക്കാൻ പോയതാണ്, അല്ലെങ്കിൽ അവർ അതിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. അവർക്ക് മറ്റു പല കാര്യങ്ങളുണ്ടാവും. അവർക്ക് സ്നേഹം വേണം, തന്നെയല്ല അവരിൽ നിന്ന് പിരിഞ്ഞു പോകാൻ പാടില്ല. അതുപോലെ തന്നെ സാമ്പത്തിക സഹായങ്ങൾ അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും അവർ നിങ്ങളുടെ വ്യക്തിയെ ഉപയോഗിക്കുന്നു, ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെയും അവർക്ക് അവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടെ ഈ ഒരു സാഹചര്യത്തിലെല്ലാം, ഈ ഒരു എനർജിയിൽ കൂടെ ആണെങ്കിലും അവരെല്ലായ്പ്പോഴും നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. മനസ്സിലായി? അവർക്ക് നിങ്ങളോട് സ്നേഹമില്ലായ്മ ഇല്ല, എല്ലായ്പ്പോഴും നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കണ്ട എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ വിഷമിക്കുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത്, എത്ര പറഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല എന്നൊക്കെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കുഴങ്ങുകയാണ് ചെയ്യുന്നത്.
കൺഫ്യൂസ്ഡ് ആണ് മൈൻഡ്. ഇനി എന്ത് ചെയ്യണം? നോ കോണ്ടാക്ട് സംഭവിച്ചു പോയി, കാരണം ഇടയ്ക്ക് തേർഡ് പാർട്ടി വന്നത്. അപ്പൊ ഇനി എങ്ങനെയാണ് ഒന്നിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് ചിന്തിക്കുന്നു. പക്ഷെ ഇവിടെ കർമ്മ ഫേസ് ചെയ്യുന്ന സമയമാണ്. ഇതൊരു കാർമിക് റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വീണ്ടും ഒന്നിച്ചു ചേർന്നിരിക്കുക. നിങ്ങൾ സ്വയം കൂടിച്ചേർന്നത് അങ്ങനെ വേണം. നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടിച്ചേർന്നത്, ഈ ഒരു കണക്ഷനിലേക്ക് വന്നത്, ഈ ഏതൊരു കണക്ഷനും ആവാം, ഈ ഒരു കണക്ഷനിലേക്ക് വന്നത് ഇവിടെ കർമ്മ ഫേസ് ചെയ്യാൻ വേണ്ടിയാണ്. അത് ഈ ഒരു സമയം കഴിയും, ഈ കർമ്മയുടെ ഈ കാലാവധി കഴിയും. കാലാവധി കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു മാറ്റം വരും. കുറെ അനുഭവിക്കുമ്പോഴാണ് കുറച്ച് മാറ്റം വരുന്നത്, അല്ലെ? അല്ലാതെ ഇന്നൊരു സംഭവം ഉണ്ടായി, നാളെ ഇന്നൊരു തേർഡ് പാർട്ടി വന്ന് നാളെ അത് സോൾവ് ആകുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അത് ക്രമേണ ക്രമേണ ബുദ്ധിപൂർവം വേണം അതിൽ നിന്നും ഒന്ന് പുറത്തു കടക്കാൻ. ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നും ഒന്ന് പുറത്തു കടക്കണമെങ്കിൽ ക്രമേണ ബുദ്ധിപൂർവം ആലോചിക്കണം, അല്ലാതെ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ അതിന് ഏതൊരു സാഹചര്യമായാലും, ഇനി മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ ആയാലും, അത് വീട്ടുകാരുടെ ഇടപെടലായാലും, സാമ്പത്തികത്തിന്റെ പ്രശ്നമായാലും, ഇനി ബിസിനസ് സംബന്ധപരമായ തിരക്കുകളിലാണെങ്കിൽ പോലും പെട്ടെന്ന് അവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. ബുദ്ധിപൂർവ്വം ആലോചിച്ചുകൊണ്ട് വേണം ക്രമേണ ക്രമേണ അതിൽ നിന്നും വിടുതൽ വാങ്ങി വേണം മുന്നോട്ട് വരാൻ. ഇവിടെ അങ്ങനെയാണ് ഇവിടെ പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണിന്റെ എനർജിയാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയദോഷം എന്നൊക്കെ നമുക്ക് പറയാമല്ലോ. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ പറയാം സമയദോഷം കൊണ്ട്, അല്ലെ? ഇവിടെ നിങ്ങളുടെ സമയദോഷം, ഇനി നല്ലൊരു സമയം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വീൽ ഓഫ് ഫോർച്യൂണിന്റെ എനർജിയാണ്. ഭാഗ്യം വരാനുള്ള സമയമായിട്ടുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് മുന്നോട്ട് പോകാനുള്ള സമയവും ആയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ വേർപെടുകയാണ്, അവരിൽ നിന്ന് നിങ്ങൾ വേർപെട്ടു പോകുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാവേ. അവരിൽ നിന്ന് നിങ്ങൾ ഇവിടെ വേർപെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എനർജി ഫൈവ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അവരിൽ നിങ്ങൾ തമ്മിൽ ഇവിടെ സെപ്പറേഷനിലാണ്, കണ്ടില്ല? നിങ്ങൾ തമ്മിൽ ഇവിടെ വേർപെട്ടു പോകുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ നിമിത്തമാകാം, മറ്റു തേർഡ് പാർട്ടി നിമിത്തമാകാം, ഇനി നിങ്ങളുടെ വീട്ടുകാർ നിമിത്തമാകാം, എന്ത് കാരണവശാലും ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി, അവർ നിങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറില്ല. നീ ഇവിടെ വേർപെട്ടു പോകാൻ രണ്ടുപേരും രണ്ടു വഴിക്ക് പോവുകയാണ് ഇവിടെ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഇവിടെ നിങ്ങൾ ഇവിടെ നിന്ന് ഈ ബന്ധത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഒരു കണക്ഷൻ ചിലപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് ഇടുന്നുണ്ടായിരിക്കാം. അപ്പൊ ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കൂടുതൽ എന്താണെന്ന് വെച്ചാൽ പഴയ പോലെ ഒരു സ്നേഹം ഇപ്പോൾ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സംശയമാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് ഇതൊരു ശല്യം പോലെ തോന്നിയിട്ട് നിങ്ങൾ വിചാരിക്കുകയാണ് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാം. അങ്ങനെ നിങ്ങൾ ഇവിടെ പിന്മാറുകയാണ്, ഈ ബന്ധത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോവുകയാണ് ഇവിടെ ചെയ്യുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഇനി എന്താണ് ഇനി അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ഇവിടെ ഒഴിഞ്ഞു പോയി, തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നു, നിങ്ങൾ ഇവിടെ ഒഴിഞ്ഞു പോയി, ഇനി അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാവേ. എംപറർ വന്നിരിക്കുന്നു, ജഡ്ജ്മെന്റ്, King of Cups, Five of Cups, King of Wands, Three of Pentacles, അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? അവർ എംപററാണ്. അവരൊരു സാധാരണ വ്യക്തിയല്ല, ഒരു എംപററുടെ പദവിയിലിരിക്കുന്ന വ്യക്തിയാണ്. കാരണം അവർക്ക് സമൂഹത്തിൽ പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് രണ്ടുപേരും തമ്മിൽ വേർപെട്ടു എന്നൊക്കെ കേൾക്കുന്നത് തന്നെ അവർക്ക് ഇഷ്ടമല്ല. തന്നെയുമല്ല, അവരുൾപ്പെടുന്ന സമൂഹത്തിൽ അവർ നല്ല ഒരു അതോറിറ്റി പവറിലിരിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ഒരു അധികാര പദവിയിലിരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ വിചാരിക്കുന്നത് സ്ഥായിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും തിരിച്ചു വരണം എന്നവർ വിചാരിക്കുന്നുണ്ട്. മനസ്സിലായി? സ്ഥായിയായ ഒരു ബന്ധത്തിലേക്ക് വീണ്ടും തിരിച്ചു വരണം എന്നാണ് അവരിവിടെ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
കിങ് ഓഫ് വാൺസിന്റെ എനർജിയാണ് കോൺഫിഡന്റ് ലവ്. ഇനി ഇത് ഒരു നല്ല വിശ്വാസം കൊടുത്തുകൊണ്ടുള്ള ഈ ഒരു സ്നേഹത്തില്, നേരത്തെ തന്നെ സ്നേഹം നല്ല വിശ്വാസത്തോടുകൂടെയുള്ള സ്നേഹമായിരുന്നു. ഇടയ്ക്കൊക്കെ ഇത് പറ്റിപ്പോയി കുറെ കാലം ഇതിങ്ങനെ കഴിഞ്ഞപ്പോൾ ഇനിയും വീണ്ടും ഈ ഒരു സ്നേഹം നേടിയെടുക്കണമെന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. കോൺഫിഡന്റ് ലവ് ആണ്. കാരണം അവരുടെ വാക്കുകൾക്ക് വിലയുണ്ട് എന്ന് അവർ വീണ്ടും തെളിയിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അവർ നേരത്തെ തന്നെ നിങ്ങളോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവാം, പല കാര്യങ്ങളും പറഞ്ഞ് പ്രോമിസ് ചെയ്തിട്ടുണ്ടാവാം. അതൊക്കെ അവരിപ്പോൾ ഓർക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വൈസ് ലവ് ആണ്. കാരണം ഈ സ്നേഹത്തെ വിട്ടു പിരിയാൻ അവർക്ക് ഒരിക്കലും മനസ്സില്ല എന്നുള്ളതാണ് കാണുന്നത്. കണ്ടില്ലേ? ഈ സ്നേഹത്തെ, നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിന്നും വിട്ടുപിരിയാൻ അവർക്ക് ഒരിക്കലും മനസ്സില്ല. ഇനി വിട്ടുപിരിഞ്ഞു പോയി, നിങ്ങൾ പിരിഞ്ഞു പോയി എന്നുള്ള ആ ഒരു സങ്കടത്തിൽ, ആ ഒരു വിഷമത്തിൽ അവർ മുന്നോട്ട് കുറച്ചുകൂടി പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾ ഒരുപാട് അവർക്ക് ചുറ്റുമുണ്ട്, പക്ഷെ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ മാത്രം ചിന്തിച്ചിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ പല കാര്യങ്ങളും അവരിവിടെ സ്വിച്ച് വേർഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിരന്തരം മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അഫർമേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹത്തെ അവർക്ക് തിരിച്ചു കിട്ടും എന്നവർ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ജഡ്ജ്മെന്റ് ആണ്. അവരൊരു ജഡ്ജ്മെന്റിന് വേണ്ടി ആഗ്രഹിക്കുന്നു. കണ്ടില്ലേ? ചലഞ്ചിങ് ആൻഡ് കാർമിക് ലവ് ആണ്. അപ്പോൾ ഇവിടെ അവർ നിങ്ങളെ ചലഞ്ച് ചെയ്തുകൊണ്ട് വീണ്ടും നിങ്ങളിലേക്ക് തന്നെ വരും. മനസ്സിലായി? നിങ്ങൾ അങ്ങനെ വിട്ടുപോകാൻ പാടില്ല. അങ്ങനെയുള്ള കണക്ഷൻ അല്ല, അങ്ങനെയുള്ള സ്നേഹമല്ല ഇത്, ഞാൻ ഇതിൽ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ തിരികെ വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അവരപ്പോഴും തിരിച്ച് തേർഡ് പാർട്ടിയിലേക്ക് പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായി? കാരണം അവർക്കറിയാം അത് ശാശ്വതമല്ല എന്ന്. തേർഡ് പാർട്ടിക്ക് ചിലപ്പോൾ വേറെയും ചില ഓപ്ഷനുകൾ ഉണ്ടാവാം. മനസ്സിലായി? അല്ലെങ്കിൽ പ്രത്യേകിച്ചും ചില സാഹചര്യങ്ങളിൽ അങ്ങനെ വന്നു പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇനി ബന്ധുക്കളാണെങ്കിൽ തന്നെ എന്നും അത് അങ്ങനെ നിലനിൽക്കുകയില്ലല്ലോ. ബന്ധുക്കളാണ് ഇനി നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത് എന്ന് കരുതിയാലും ശരി, അവിടെ എന്നും നിങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കാൻ അവരെ കൊണ്ട് കഴിയുകയില്ല. അവരെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് വീണ്ടും നിങ്ങളിലേക്ക് തിരികെ വരാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. കാരണം അവർ ജഡ്ജ്മെന്റിന് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. മനസ്സിലായി? അവരിവിടെ ഒരു ജഡ്ജ്മെന്റിന് വേണ്ടി ആഗ്രഹിക്കുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുമായി രണ്ടാമതൊരു അധ്യായത്തിന് ആഗ്രഹിക്കുന്നു. കുറച്ച് സ്പിരിച്വൽ വേയിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ജഡ്ജ്മെന്റ് വരുന്നത്. എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ കുറേ മാനസികമായിട്ട് വിഷമിക്കുമ്പോൾ നമ്മൾ സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് പോകും. മന്ത്രങ്ങളായി, ജപങ്ങളായി, ഇങ്ങനെ ധ്യാനത്തിലിരിക്കും, മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കുറച്ച് കാലം നമുക്ക് മറ്റ് ചിന്തകളൊന്നുമില്ലാതെ കഴിയും. മറ്റ് ചിന്തകളൊന്നുമില്ലാതെ കഴിയുന്ന പരിശുദ്ധമായ ആ ഒരു ഹൃദയത്തിലേക്ക് തീർച്ചയായിട്ടും വീണ്ടും ചില എനർജീസ് വരും. അവിടെ ബ്ലെസ്സിങ്സ് ഉണ്ടാവും, ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ടാവും. കൂടി ചേരേണ്ടവർ കൂടി ചേരുക തന്നെ ചെയ്യും. വീണ്ടും പുതിയൊരു അധ്യായത്തിലേക്ക്, വീണ്ടും പുതിയൊരു ബന്ധത്തിലേക്ക് നിങ്ങൾ വീണ്ടും മുന്നോട്ട് വരും. അടുത്ത ചാപ്റ്റർ നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങും. നിങ്ങൾക്ക് നീതി ലഭിക്കും. നിങ്ങൾക്ക് യൂണിവേഴ്സ് നീതി നടപ്പാക്കി തരുമെന്നുള്ളതാണ്. ഒരു ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് തരും. അതാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങൾ എത്രമാത്രം വിഷമിച്ചോ, അവർ തേർഡ് പാർട്ടിയോടൊപ്പം പോയി അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലും ഇടപെട്ടു എന്ന് കരുതി അവരെവിടെയും സന്തോഷിക്കുകയായിരുന്നില്ല ചെയ്യുന്നത്. അവർ മാനസികമായിട്ട് സംഘർഷത്തിൽ മുഴുകിയിട്ടുണ്ടാവണം. അവരും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവണം, എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കണ്ടെത്തി തരണേ എന്ന്, അല്ലെങ്കിൽ ഇത് സൊല്യൂഷൻ കണ്ടെത്താൻ എന്നെ സഹായിക്കണമേ എന്ന് അവരും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവണം. അതിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് വരുന്നത്. കണ്ടില്ലേ? ഈ ഒരു ജഡ്ജ്മെന്റിലൂടെ നിങ്ങൾക്ക് വീണ്ടും മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അവർ സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് വരും കുറച്ചു കാലം. നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, നമ്മുടെ ഇത് എന്ന് പറഞ്ഞ നമ്മുടെ ചോദ്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ അവർക്ക് എന്ത് സംഭവിക്കുമെന്നല്ലേ? അവർ തീർച്ചയായിട്ടും അവർ ഇടയ്ക്ക് സ്പിരിച്വൽ വേയിലൂടെ കുറെ കാലം അങ്ങനെ വിഷമം അനുഭവിക്കും. എന്നിട്ട് സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കും, തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കും. മനസ്സിലായോ? തേർഡ് പാർട്ടിയിൽ നിന്ന് ഒരു വിടുതൽ വാങ്ങാൻ അവർ കഠിനാധ്വാനം ചെയ്യും, നല്ലതുപോലെ പാടുപെടും, നല്ലതുപോലെ പ്രയത്നിച്ചിട്ട് അവരൊന്ന് അതിൽ നിന്നും വിടുതൽ വാങ്ങിച്ചുകൊണ്ട് അവർ തീർച്ചയായിട്ടും സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കും. കാരണം നിങ്ങളോടുള്ള സ്നേഹം എപ്പോഴും അവരുടെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ? അതിനുവേണ്ടി പല കാര്യങ്ങളും അവർ ചെയ്യാൻ
തുടങ്ങും. സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് പോകുക, ഒരുപാട് മെഡിറ്റേഷൻ ചെയ്തിട്ട് കുറേ ക്ഷേത്രങ്ങളിൽ പോവുക, അല്ലെങ്കിൽ മറ്റ് ആരാധനാലയങ്ങളിൽ പോയിരിക്കുക, ഒത്തിരി കാര്യങ്ങൾ അതിനുവേണ്ടി, അല്ലെങ്കിൽ സ്വിച്ച് വേർഡ്സ് ഒക്കെ ഉപയോഗിക്കുക. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ട് അവർക്കൊരു ജഡ്ജ്മെന്റ് വരും. അതാണ് ഇവിടെ കാണുന്നത്. അവർ ഒരു ദൈവത്തിൽ നിന്നും ഒരു നീതി ലഭിക്കത്തക്ക എനർജിയിലേക്ക് അവർ മാറുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ വന്നിട്ട് വീണ്ടും തീർച്ചയായിട്ടും കണ്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് അവരുടെ വിചാരം അവർ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരവസ്ഥയിലേക്ക് നീങ്ങും. അവർ 5 ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട്. അവർ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള വിചാരത്തിലേക്ക് അവർ നീങ്ങുന്നതാണ് ഈ ഒരു എനർജി. അങ്ങനെ വരുമ്പോഴാണ് അവർ സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് വരുന്നത്. കണ്ടില്ലേ, ഈ സ്നേഹം, ഞാൻ സ്നേഹിച്ചതുപോലെ അവർക്ക് എന്നോട് സ്നേഹമില്ലല്ലോ, മനസ്സിലായോ? അങ്ങനെയും വിചാരിക്കും ഇടയ്ക്കിടയ്ക്ക്. അതിൽ നിന്നുമാണ്, ഈ ഒരു തോന്നലിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു ബോധത്തിൽ നിന്നുമാണ്, കാരണം ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ആ ഒരു ബോധത്തിൽ നിന്നുമാണ് വീണ്ടും അവർ സ്പിരിച്വൽ വേയിലേക്ക് മുന്നോട്ട് വന്നത്. അങ്ങനെയാണ് അവർക്ക് ജഡ്ജ്മെന്റ് കിട്ടുന്നത്. മനസ്സിലായോ? അങ്ങനെ ജഡ്ജ്മെന്റ് കിട്ടും. നിങ്ങളുമായിട്ട് വീണ്ടും ഒന്നു ചേരാനുള്ള എനർജിയിലേക്ക് അവർ വരുന്നു എന്നുള്ളതാണ് 10 ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിറഞ്ഞ സന്തോഷത്തിലൂടെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എംബ്രേസിംഗ് ലവ് ആണ്. അതായത് ദൈവാനുഗ്രഹത്തോടു കൂടിയുള്ള ഒരു സ്നേഹത്തിലേക്ക് വീണ്ടും നിങ്ങൾക്ക് തിരികെ വരാൻ എത്തും, അല്ലെങ്കിൽ തിരികെ വരാൻ വേണ്ടി അവർ ശ്രമിക്കും. അവർ ജഡ്ജ്മെന്റ് നേടും, എന്നിട്ട് നിങ്ങളിലേക്ക് തിരികെ വരാൻ വേണ്ടി അവർ കഴിവിന്റെ പരമാവധിയും ശ്രമിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. നമുക്ക് ഇതെടുക്കാവേ. പിന്നെ നമുക്ക് ഗൈഡൻസ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാഷനാണ്. കാരണം എ മാഗ്നറ്റിക് ആൻഡ് സെഡക്റ്റീവ് ക്വാളിറ്റി സറൗണ്ട്സ് യു അറ്റ് പ്രസന്റ്, എൻജോയ് ഇറ്റ്. നിങ്ങൾക്കിടയിൽ ഈ ഒരു സമയത്ത് തന്നെ എന്താണ്, ഒരു മാഗ്നറ്റിക്, വശീകരിക്കത്തക്കതായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട് ഇവിടെ. മനസ്സിലായോ? ഒരു കാന്തത്തെ പോലെ ആകർഷിക്കുന്നതും പരസ്പരം വശീകരിക്കത്തക്കതുമായ ഒരു എനർജി നിങ്ങൾക്കിടയിലുണ്ട്. ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ അങ്ങ് പിരിഞ്ഞു പോകാൻ പറ്റില്ല. വീണ്ടും നിങ്ങൾ ഒന്നിച്ചു ചേരും. എൻജോയ് ചെയ്യൂ. ഈ ഒരു ക്വാളിറ്റിയിൽ നിങ്ങൾ എൻജോയ് ചെയ്യൂ എന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ടല്ലേ തീർച്ചയായിട്ടും അവർ നിങ്ങൾ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു എനർജി നിങ്ങൾക്കുണ്ട്, പരസ്പരം ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ എൻജോയ് ചെയ്യൂ, പരസ്പരം എൻജോയ് ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി എടുക്കാവേ. കുറച്ച് എടുക്കുന്നുള്ളേ. നമ്പർ 4 ആണ് വന്നിരിക്കുന്നത്. കോട്ടയം വന്നിട്ടുണ്ട്. നവംബർ മന്ത് വന്നിട്ടുണ്ട്. മിഥുനമാസം ജമിനിയാണ്. മകയിരം, അര, തിരുവാതിര, പുണർതം, മുക്കാൽ. ലെറ്റർ എം, ലെറ്റർ എൻ. ഡിസംബർ മന്ത്. നമ്പർ 3. ലെറ്റർ ഐ, ലെറ്റർ ജെ. നമ്പർ 1. തൃശ്ശൂർ. നമ്പർ 9. മാർച്ച് മന്ത്. ലെറ്റർ ടി, ലെറ്റർ യു. നമ്മൾ കുറച്ച് ക്ലൂസേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലൂസ് ആർക്കൊക്കെ റിസണേറ്റ് ആയോ, റീഡിങ് ആർക്കൊക്കെ റിസണേറ്റ് ആയോ എനിക്കറിഞ്ഞൂടാ. നമ്മളിവിടെ വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കിത് റെസണേറ്റ് ആയി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മടി വിചാരിക്കരുത്, മറന്നു പോകരുത്. അപ്പോൾ വീഡിയോ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.